UGC നെറ്റ് പേപ്പർ 2 സൈക്കോളജി. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ലോ ഓഫ് ലേണിംഗ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ലോ ഓഫ് ലേണിംഗ്? ലേണിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ലോ. ഇവിടെ 5 ലോസ് കൊടുത്തിട്ടുണ്ട്. ഇത് ലേണിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ലോ ഏതാണെന്നാണ് ചോദ്യം വരുന്നത്. ഓക്കെ, ഇത് ഒരു തിയറിയുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഓതറിൻ്റെ പേരോ തിയറിയോ ഒന്നും ഇതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇത് ആരുടെ തിയറിയാണ്, എന്താണ് ഈ തിയറിയിൽ വിശദീകരിക്കുന്നതെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇത് പ്രൈമറി ലോ ഓഫ് ലേണിംഗ്, എഡ്വേർഡ് എൽ തോണ്ടൈക്കിൻ്റെ തിയറിയാണ്. ഓക്കെ, ജസ്റ്റ് ഇവിടെ എഴുതിയിടാം, എഡ്വേർഡ് എൽ തോണ്ടൈക്ക്. എഡ്വേർഡ് എൽ തോണ്ടൈക്ക്. ഇദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ തിയറിയാണ് പ്രൈമറി ലോ ഓഫ് ലേണിംഗ്. പ്രൈമറി ലോ ഓഫ് ലേണിംഗ്. ഈ പ്രൈമറി ലോ ഓഫ് ലേണിങ്ങിലാണ് അദ്ദേഹം ഈ കൺസെപ്റ്റ് വിശദീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ഈ പ്രൈമറി ലോ ഓഫ് ലേണിങ്ങിൽ ഇദ്ദേഹം 3 തരത്തിലുള്ള ലോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഒരാളുടെ ലേണിങ്ങിൻ്റെ, ഒരു മനുഷ്യൻ്റെ ആണെങ്കിലും ഒരു ആനിമലിൻ്റെ ആണെങ്കിലും ലേണിങ്ങിന് ഒരു പുതിയ ബിഹേവിയർ ഒരാൾ പഠിക്കുകയാണെങ്കിൽ അത് 3 രീതിയിലായിരിക്കും. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിയോ, ഇദ്ദേഹം ഒരു പൂച്ചയെ വെച്ചിട്ടാണ് പഠനം നടത്തിയതെന്നാണ് എൻ്റെ ഓർമ്മ. ഇദ്ദേഹം ഏതെങ്കിലും ഒരു ജീവിയോ ഒരു മനുഷ്യനോ പുതിയൊരു കാര്യം പഠിക്കുകയാണെങ്കിൽ അത് 3 തരത്തിലായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഫസ്റ്റ് നമുക്ക് പറയാം, ലോ ഓഫ് റെഡിനെസ്. ലോ ഓഫ് റെഡിനെസ്. അതായത് ഓപ്ഷൻ ഇ. അടുത്തതാണ് ലോ ഓഫ് എക്സസൈസ്. അടുത്തതാണ് ലോ ഓഫ് എഫക്റ്റ്. ലോ ഓഫ് എക്സസൈസ് ഇവിടെ ഉണ്ട്, ലോ ഓഫ് എഫക്റ്റ്. നമുക്ക് തോണ്ടൈക്കിനെ കുറിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ആദ്യം നമുക്ക് ഈ തിയറി വിശദീകരിക്കാം, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ജസ്റ്റ് പറയാം. ഇദ്ദേഹം നമ്മൾ പറഞ്ഞല്ലോ, ഇദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ഈ 3 തിയറി, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ലോ ഓഫ് ലേണിംഗ്? താഴെ പറയുന്ന ലോസിൽ ലോ ഓഫ് ലേണിംഗ് ഏതൊക്കെയാണ്? ആൻസർ ക്ലിയർ ആണ്. ഇദ്ദേഹം തന്നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തി പുതിയ ഒരു കാര്യം പഠിക്കുന്നത് 3 തരത്തിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം 3 ലോകൾ വിശദീകരിക്കുന്നുണ്ട്. ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് റെഡിനെസ്. നമുക്ക് ഈ തിയറികൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലോയിലേക്ക് നമുക്ക് പോവാം. ലോ ഓഫ് റെഡിനെസ്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ലോ ആണ്. ഒരാൾ ഒരു കാര്യം പഠിക്കണമെങ്കിൽ, ഒരാൾ എന്തെങ്കിലും ഒരു വിഷയം പഠിക്കണമെങ്കിൽ അയാൾ മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി അതിന് തയ്യാറാവണം. ഓക്കെ, ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ സ്കില്ല് പഠിക്കണമെങ്കിൽ അത് ഞാൻ മെൻ്റലി തയ്യാറാവണം, ഫിസിക്കലി തയ്യാറാവണം, ഇമോഷണലി തയ്യാറാവണം. എങ്കിൽ മാത്രമേ എനിക്കത് പഠിക്കാൻ പറ്റുള്ളൂ. ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നിർബന്ധിച്ച് പഠിപ്പിക്കാൻ കഴിയില്ല. തയ്യാറായ ഒരാൾക്ക്
പുതിയ കാര്യം പഠിക്കാൻ തയ്യാറായ ഒരാൾക്ക് അവസരം കൂടെ കിട്ടുകയാണെങ്കിൽ അയാൾക്ക് എന്തുണ്ടാവും? സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. തയ്യാറല്ലാത്ത ഒരാൾക്ക് അതിന് നിർബന്ധിക്കപ്പെടുകയാണെങ്കിൽ അയാൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, അത് അയാൾക്ക് പ്രയാസം ഉണ്ടാക്കും, അത് പുവർ റിസൾട്ടിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നോക്കാം, എഴുതാം. ഒന്ന്, ലോ ഓഫ് റെഡിനെസ്. ലോ ഓഫ് റെഡിനെസ് ഈ വാക്കിൽ തന്നെ ഉണ്ട്. നമ്മൾ റെഡി ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ തയ്യാറായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇവിടെ എഴുതാം. എ പേഴ്സൺ ഈസ് when is physically, mentally and emotionally prepared and willing to learn. willing to learn. എപ്പോഴാണ് ഇത് എന്താണ് ഒരാൾക്ക് പുതിയ കാര്യം പഠിക്കാൻ പറ്റിയ എപ്പോഴാണ്? ഒരാൾ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി തയ്യാറാവണം. പുതിയ കാര്യം പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരാൾക്ക് പുതിയ കാര്യം പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഈ തിയറി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് പറയുകയാണെങ്കിൽ ഒരാൾ റെഡിയാണ്, അയാൾക്ക് അവസരവും കിട്ടി, അപ്പോൾ അയാൾ എന്തുണ്ടാവും? അയാൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അയാൾക്ക്. എ പേഴ്സൺ റെഡി ടു ലേൺ അയാൾക്ക് അതിന് ഓപ്പർച്യൂണിറ്റിയും കിട്ടി, അപ്പോൾ അയാൾ എന്തുണ്ടാവും? അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇനി നമുക്ക് നേരെ തിരിച്ചു നോക്കാം. ഒരാൾ എന്താണ് ഫോഴ്സ്ഡ് ടു ലേൺ. ഒരു വ്യക്തിക്ക് ഒരാൾ നിർബന്ധിക്കപ്പെട്ടു, അയാൾക്ക് താല്പര്യമില്ല. ലേൺ, നോട്ട് ഇൻട്രസ്റ്റഡ്. ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നോട്ട് ഇൻട്രസ്റ്റഡ്. എന്ത് സംഭവിക്കും? അയാൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അയാൾക്ക് പുവർ റിസൾട്ട് ഉണ്ടാവും, അനോയിനൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ പുവർ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ലോ ഓഫ് റെഡിനെസ് എന്ന് പറഞ്ഞാൽ ചുരുക്കിയാണ് എഴുതിയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ അതിൽ പോയിന്റ് ഉണ്ട്. ഒരാൾക്ക് താല്പര്യം വേണം പഠിക്കാൻ, എങ്കിൽ മാത്രമേ നമുക്ക് അയാളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അയാൾ ഫിസിക്കലി താല്പര്യം വേണം, മെൻ്റലിയും താല്പര്യം വേണം, ഇമോഷണലി താല്പര്യം വേണം. അങ്ങനെയുള്ള ഒരാൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇനി ഒരാൾക്ക് താല്പര്യമില്ല, നമ്മളയാളെ ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, അതിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതാണ് ലോ ഓഫ് റെഡിനെസ്. ഇനി നമുക്ക് അടുത്ത ലോയിലേക്ക് പോവാം. സെക്കൻഡ് ലോ, ദ ലോ ഓഫ് എക്സർസൈസ്. ഇവിടെ പറയുന്നത് നമ്മൾ എത്ര പ്രാവശ്യം ഒരു സാധനം പ്രാക്ടീസ് ചെയ്യുന്നോ, റിപ്പീറ്റ് ചെയ്യുന്നോ, റിവ്യൂ ചെയ്യുന്നോ, അതിൻ്റെ ആ സാധനം നമ്മളെ മെമ്മറിയിൽ നിലനിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഇൻഫോർമേഷൻ എന്താണോ സ്കില്ല്, ആ ഇൻഫോർമേഷൻസ് അത് നമ്മളെ മെമ്മറിയിൽ എന്ത് ചെയ്യും, ലോങ് ടേം ആയിട്ട് നിലനിൽക്കുമെന്നാണ് ഈ ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച്, റിപ്പീറ്റേഷൻ്റെ അനുസരിച്ച്, റിവ്യൂവിൻ്റെ അനുസരിച്ച് അത് കൂടുതൽ നിലനിൽക്കും. അപ്പോൾ
ഇതിൽ രണ്ട് കൺസെപ്റ്റുകൾ പറയുന്നത്, ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ്യൂസും. ലോ ഇവിടെ എഴുതാം. ഓക്കെ, ദ പ്രാക്ടീസ് റിപ്പീറ്റേഷൻ review are essential to making learning permanent, അല്ലെങ്കിൽ പെർമനൻറ്റ് ലേണിംഗ്. അതായത് പ്രാക്ടീസ്, റിപ്പീറ്റേഷൻ, റിവ്യൂ, ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പെർമനൻ്റ് ലേണിംഗ് സാധ്യമാവും. നമ്മൾ പഠിക്കുന്ന കാര്യം കുറേ കാലത്തേക്ക് എന്ത് ചെയ്യും, നിലനിൽക്കും. അത് സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മളെ ബ്രെയിനിൽ നിലനിൽക്കും. ഇതിന് അദ്ദേഹം 2 തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലോ ഓഫ് എക്സസൈസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ലോ ഓഫ് യൂസ്. ലോ ഓഫ് യൂസ് എന്ന് പറഞ്ഞാൽ ഇതന്നെയാണ്. നമ്മൾ എത്ര പ്രാവശ്യം, എത്ര തവണ നമ്മൾ അത് യൂസ് ചെയ്യുന്നോ, പ്രാക്ടീസ് ചെയ്യുന്നോ, ഒരു ബിഹേവിയർ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നോ, അത് നമ്മൾ സ്ട്രോങ് ആയിട്ട് വരും. ആ സ്കില്ല് സ്ട്രോങ് ആയിട്ട് വരും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സൈക്കിള് ഓടിക്കുകയാണ്. എത്ര പ്രാവശ്യം നമ്മൾ സൈക്കിൾ ഓടിക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, എക്സ്പീരിയൻസ്ഡ് ആവും. ഒരു കാർ ഓടിക്കുകയാണ്, എത്ര പ്രാവശ്യം നമ്മൾ കാർ ഓടിക്കുന്നോ അത്രയും നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആവും. അപ്പോൾ അതാണ് ലോ ഓഫ് യൂസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ജസ്റ്റ് ഇവിടെ എഴുതാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലോ ഓഫ് ഡിസ്യൂസ് എന്ന് പറയുന്നത്. ആദ്യം ലോ ഓഫ് യൂസ് എന്ന് പറയും. ദ മോർ എ പേഴ്സൺ പ്രാക്ടീസസ് or repeats a specific behavior or connection ബിഹേവിയർ എന്ന് എഴുതിയാൽ മതി, കണക്ഷനും കൂടെ എഴുതണ്ട. ബിഹേവിയർ സ്ട്രോങ്ങർ ദാറ്റ് ലേണിംഗ് പിക്കപ്പ്. അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നോ, പ്രാക്ടീസ് ചെയ്യുന്നോ, എത്ര പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നോ അത് സ്ട്രോങ് ആയിട്ട് നിലനിൽക്കും. അതാണ് ലോ ഓഫ് യൂസ് പറഞ്ഞത്. ഇനി നമുക്ക് ലോ ഓഫ് ഡിസ്യൂസ് ബി. ലോ ഓഫ് ഡിസ്യൂസ് നേരെ ഓപ്പോസിറ്റ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യൽ നിലനിർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കാതെ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ കണക്ഷൻ വീക്കാവും, നമ്മളത് മറന്നു പോകാനും സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ 10 വർഷമായിട്ട് കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യും, ഒരു 20 വർഷം കോളേജിൽ പഠിപ്പിക്കാതെ നിന്നു എന്ന് കരുതാം. അപ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഞാൻ മറന്നു പോകും, ആ മേഖലയിൽ ഞാൻ വീക്കായി പോകും. ഓക്കെ, അപ്പോൾ അത് സിമ്പിളാണ്. ജസ്റ്റ് ഇവിടെ എഴുതാം. വെൻ പ്രാക്ടീസ് സ്റ്റോപ്സ്, or a behavior is ignored for a long time, the connection weakens. And the
പേഴ്സൺ ഇവഞ്ച്വലി ഫോർഗെറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യാണ്, കുറേ കാലം അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകും. അതാണ് ലോ ഓഫ് ഡിസ്യൂസ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ലോ ഓഫ് എഫക്റ്റിലേക്ക് പോവാം. ഇപ്പം നമ്മൾ ആദ്യം ലോ ഓഫ് റെഡിനെസ് പറഞ്ഞു, പിന്നെ ലോ ഓഫ് എക്സസൈസ് പറഞ്ഞു, ഇനി ലോ ഓഫ് എഫക്റ്റിലേക്ക് പോവാം. ലോ ഓഫ് എഫക്റ്റ്. ലോ ഓഫ് എഫക്റ്റ് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് എന്താണ് അനന്തരഫലമാണ്. ഒരു ബിഹേവിയറിൻ്റെ അനന്തരഫലം നമ്മളെ കൂടുതൽ എന്ത് ചെയ്യും, ഫ്യൂച്ചറിൽ ആ കാര്യം റിപ്പീറ്റ് ചെയ്യണോ വേണ്ടേ എന്ന് ഡിസൈഡ് ചെയ്യിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്ത് ചെയ്തു, പരീക്ഷയ്ക്ക് പഠിച്ചു, നല്ല മാർക്കോടുകൂടി പാസ്സായി. അപ്പോൾ വീണ്ടും പഠിക്കാനുള്ള ഒരു ടെൻഡൻസി എനിക്കുണ്ടാവും. ഞാൻ എന്ത് ചെയ്തു, അറിയാതെ സ്റ്റൗവിൽ, ചൂടുള്ള സ്റ്റൗവിൽ കൈ തട്ടി. അപ്പോൾ കൈ പൊള്ളി, അപ്പോൾ എനിക്ക് വേദനിച്ചു. അപ്പോൾ അത് കാരണം എന്തുണ്ടായി, വീണ്ടും സ്റ്റൗവിൽ കൈ വെക്കാൻ എനിക്ക് ഭയം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ബിഹേവിയറിൻ്റെ കോൺസിക്വൻസസ്, അല്ലെങ്കിൽ അതിൻ്റെ റിവാർഡ്, അല്ലെങ്കിൽ അതിൻ്റെ ഫീലിങ്സ് നമ്മളെന്ത് ചെയ്യും, നമ്മുടെ അതിൻ്റെ പിന്നീടുള്ള റിപ്പീറ്റേഷൻ്റെ എഫക്റ്റ് ഉണ്ടാക്കും. ഓക്കെ, ഞാൻ ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇത് കണക്റ്റഡ് വിത്ത് കോൺസിക്വൻസസ്, റിവാർഡ്, അതുപോലെ തന്നെ ഫീലിങ്സ്. കോൺസിക്വൻസസ്, റിവാർഡ്, ഫീലിങ്സ്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ബിഹേവിയർ ഓക്കെ, ബിഹേവിയറിന് എന്തുണ്ടായി, ഒരു പ്ലസൻ്റ് അല്ലെങ്കിൽ സാറ്റിസ്ഫൈയിങ് ഔട്ട്കം ഉണ്ടായി. സാറ്റിസ്ഫൈയിങ്, അതായത് നല്ലൊരു ഔട്ട്കം ഉണ്ടായി. നമ്മൾ കോളേജിൽ എന്താണ് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു. അപ്പോൾ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെട്ടു, എല്ലാവരും കൈയടിച്ചു, പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ പകരം എന്ത് സംഭവിക്കും, റിപ്പീറ്റ് ചെയ്യും. അത് ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യത, റിപ്പീറ്റ്. ഇനി നമ്മൾ എന്താണ്, ഒരു ആക്ഷൻ, ഒരു ബിഹേവിയർ ചെയ്തു, ആക്ഷൻ്റെ ബിഹേവിയർ അത് അൺപ്ലസൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ പെയിൻഫുള്ളാണ്, അല്ലെങ്കിൽ അൺപ്ലസൻ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും, നമ്മളതിനെ അവോയ്ഡ് ചെയ്യും, പിന്നീട് ആ ബിഹേവിയർ അവോയ്ഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ലോ ഓഫ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ബിഹേവിയറിന് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടായതെങ്കിൽ, അതിന് റിവാർഡാണ് കിട്ടിയതെങ്കിൽ, നല്ല പോസിറ്റീവ് ഫീലിങ്സ് ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ, നമ്മളത് റിപ്പീറ്റ് ചെയ്യും. ഇനി നമ്മുടെ ബിഹേവിയർ അതിന് നെഗറ്റീവ് റിവാർഡ്, പെയിൻഫുൾ അല്ല അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ആണ് കിട്ടിയതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് അവോയ്ഡ് ചെയ്യും. ഇതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതാണ് തോണ്ടേക്കിൻ്റെ തിയറി ആയിട്ട് വിശദീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് മടങ്ങാം. ഇവിടെ നമുക്ക് 5 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. അതിൽ ഓപ്ഷൻ ADE, അതാണ് ഓപ്ഷൻ ADE ആണ് കറക്റ്റ് ഉത്തരം വരുന്നത്, ADE. അപ്പോൾ നമുക്ക് ഇതല്ലാതെ 2 ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട് അല്ലേ. രണ്ടും ശരിക്ക് എന്തുമായി കണക്ട് ചെയ്തതാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് സെക്കൻഡറി ലോ ഓഫ് ലേണിംഗ് ആണ്. നമ്മൾ പ്രൈമറി ലോ ഓഫ് ലേണിംഗ് ആണ് മെയിൻ ലോ ഓഫ് ലേണിംഗ്. ഒരു പുതിയ കാര്യം പഠിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് നമ്മൾ പഠിച്ചത്.
ഈ റീസൻസിയും പ്രൈമസിയും ലോ ഓഫ് ലേണിങ്ങുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്, പക്ഷെ അത് സെക്കൻഡറി ലോ ഓഫ് ലേണിംഗ് ആണ്. ഓക്കെ, ഇപ്പോൾ റീസൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? റീസൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അടുത്ത് പഠിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഞാൻ ഇന്ന് ഒരു 5 മിനിറ്റ് മുമ്പ് കേട്ട കാര്യം, അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പഠിച്ച കാര്യം പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ അവസാനം ഒരു പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അവസാനം കവർ ചെയ്ത മെറ്റീരിയലൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. അതിന് റീസൻസി എന്ന് പറയും, ലോ ഓഫ് റീസൻസി എന്ന് പറയും. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം അല്ലേ, ലോ ഓഫ് റീസൻസി. ലോ ഓഫ് റീസൻസി എന്ന് പറഞ്ഞാൽ ഒരു പ്രിൻസിപ്പിളാണ്. സ്റ്റേറ്റ് ദാറ്റ് തിങ്സ് മോസ്റ്റ് റീസെൻ്റ്ലി ലേൺഡ് or experienced things most recently learned or experienced are best remembered. അതായത് നമ്മൾ റീസെൻ്റ് ആയിട്ട് പഠിച്ചുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. അതാണ് ലോ ഓഫ് റീസൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓപ്ഷനിൽ വേറെ ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട്, ലോ ഓഫ് പ്രൈമസി. എന്താണ് ലോ ഓഫ് പ്രൈമസി എന്ന് നമുക്ക് നോക്കാം. ഇതൊരു സെക്കൻഡറി ലോ ഓഫ് ലേണിംഗ് ആണ് കേട്ടോ, പ്രൈമറി ലോ അല്ല, സെക്കൻഡറി ലോ ഓഫ് ലേണിംഗ് ആണ്. പ്രധാനപ്പെട്ടൊരു കാര്യമല്ല, അതിനെ സബായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പ്രൈമസി, ലോ ഓഫ് പ്രൈമസി. അതായത് ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ ആദ്യമായിട്ട് ലേൺ ചെയ്യുന്ന നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ എപ്പോഴും എന്ത് ചെയ്യും, നമ്മുടെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഒരാൾ നമ്മളെ കാണുകയാണ്, ഒരാൾ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടോ, പെട്ടെന്ന് നമ്മളെ വണ്ടി എന്ത് ചെയ്തു, പെട്രോൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്, അപ്പോൾ പെട്ടെന്ന് പെട്രോൾ കഴിഞ്ഞു. ഞാനിങ്ങനെ നിസ്സഹായനായി നിൽക്കുന്ന സമയത്ത് ഒരാൾ എന്ത് ചെയ്തു, പെട്ടെന്ന് എന്ത് ചെയ്തു, എന്നെ സഹായിച്ചു. അയാൾക്ക് എന്ത് ചെയ്തു, അയാളെ ബൈക്കിൽ നിന്ന് കുറച്ച് പെട്രോൾ എടുത്തിട്ട് എൻ്റെ കുപ്പിയിലാക്കിയിട്ട് എനിക്ക് തന്നു. ഞാൻ ബൈക്കിൽ ഒഴിച്ചു, ഞാൻ പോയി. പിന്നീട് ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വീണ്ടും കണ്ടു. അദ്ദേഹം അവിടെ പുതിയ ജോയിനി ആയിരുന്നു, പുതിയ ഫാക്കൽറ്റി ആയിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അയാൾ എക്സ്പീരിയൻസും, അയാൾ വളരെ മോശമായിട്ടാണ് കുട്ടികളോട് പെരുമാറുന്നത്, ക്ലാസ് വളരെ മോശം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ട് ഈ സഹായിച്ച ബിഹേവിയർ നമ്മൾ എന്ത് ചെയ്യും, സ്ട്രൈക്ക് ചെയ്യും. ഒരാളുടെ പോസിറ്റീവായിട്ടുള്ളൊരു ഫസ്റ്റ് ഇംപ്രഷൻ നമ്മളെ മുന്നിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പിന്നീട് എന്ത് ചെയ്യും, നമ്മുടെ പിന്നീടുള്ള ബിഹേവിയറിനെ നമ്മൾ എഫക്റ്റ് ചെയ്യും. അതുപോലെ നെഗറ്റീവ് വശമാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഒരാൾ നമ്മൾ ആദ്യമായിട്ട് കണ്ട സമയത്ത് ആൾ നമ്മൾ വളരെ മോശമായിട്ടാണ് പെരുമാറിയത്, പിന്നീട് നമ്മൾ കാണുന്ന സമയത്ത് ഈ സാധനം എന്ത് ചെയ്യും, നമ്മളെ സ്ട്രൈക്ക് ചെയ്യും. അതിനാണ് ലോ ഓഫ് പ്രൈമസി എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം പറയുകയാണെങ്കിൽ, ഇൻഫോർമേഷൻ ലേൺഡ് ഫസ്റ്റ് or impression made at the beginning
ആർ ദ മോസ്റ്റ് സ്ട്രൈക്കിംഗ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ്. അതായത് നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഫസ്റ്റ് ടൈമായിട്ട് ഒരു വസ്തുവിനെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് എന്ത് ചെയ്യും, നമ്മളത് പിന്നീടും റിപ്പീറ്റ് ആ റിലേഷൻ മറക്കില്ല. അല്ലെങ്കിൽ വേറെ മനുഷ്യൻ തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും പ്രൊഡക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു ബൈക്ക് തന്നെ നമുക്ക് എടുക്കാം. ബൈക്ക് ഞാൻ ആദ്യമായിട്ട് വാങ്ങി ഓടിച്ചു, ഞാൻ അതിൽ നിന്ന് വീണു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരാൾ വണ്ടിയിൽ കൊണ്ടുപോയി ഇടിച്ചു, അത് നമ്മൾ കാലാകാലം നമ്മൾ ഓർമ്മയിലുണ്ടാവും. പിന്നീട് നമുക്ക് ബൈക്ക് ഓടിക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും. കാരണം ഈ ഫസ്റ്റ് ഇംപ്രഷൻ കാരണം ചിലപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ പിന്നീട് അത് ഒരു ഓർമ്മയായിട്ട് ഇങ്ങനെ നിലനിൽക്കും. അപ്പോൾ ഇതൊക്കെയാണെന്ത് തോണ്ടേക്കിൻ്റെ ഇത് തോണ്ടേക്കിൻ്റെ അല്ല, ഈ ലോ ഓഫ് റീസൻസിയും ലോ ഓഫ് പ്രൈമസിയും തോണ്ടേക്കിൻ്റെ അല്ല. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ 3 ലോസും തോണ്ടേക്കിൻ്റെ ലോസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്? ലോ ഓഫ് റീസൻസി, ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് റെഡിനെസ്. ഈ 3 നമ്മുടെ ആൻസർ വരുന്നത്. തോണ്ടേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, തോണ്ടേക്ക് ജസ്റ്റ് വേണമെങ്കിൽ പറയാം. തോണ്ടേക്കിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഇദ്ദേഹം ജനിച്ചത് 1874 ജനിച്ചു. 1949 ഇദ്ദേഹം എന്ത് ചെയ്തത്, മരണപ്പെട്ടത്. ഇദ്ദേഹത്തെക്കുറിച്ച് അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മോഡേൺ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്നാണ്. ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഇദ്ദേഹമാണ് ഇദ്ദേഹം ഫാദർ ഓഫ് മോഡേൺ മോഡേൺ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ പിതാവായിട്ട് ഇദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് തിയറികളൊക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തിയറിയാണ് ട്രയൽ ആൻഡ് എറർ തിയറി കേട്ടോ. ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറഞ്ഞാൽ ഒരാൾ പുതിയ കാര്യം പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം സെലക്ട് ചെയ്യുന്നു, അത് ആ ബിഹേവിയർ നമ്മൾ ചെയ്ത് നോക്കുന്നു, സക്സസ് ആണോ നോക്കുന്നു, സക്സസ് ആണെങ്കിൽ വീണ്ടും അത് ആവർത്തിക്കും, സക്സസ് അല്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യുന്നൊക്കെ ഒഴിവാക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിയറി. പിന്നെ തോണ്ടേക്കിനെ ഒരു ക്യാറ്റിൻ്റെ എക്സ്പെരിമെൻ്റ് ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. തോണ്ടേക്ക് ക്യാറ്റ് എക്സ്പെരിമെൻ്റ്, അതും കൂടെ ജസ്റ്റ് പറയാം, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ തിയറി ലോ ഓഫ് ലേണിംഗ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇദ്ദേഹം ഒരു പസിൽ ബോക്സിൽ ഒരു പൂച്ചയെ ഇട്ടു. പസിൽ ബോക്സിൻ്റെ ഉള്ളിലാണ് പൂച്ച, പുറത്തേക്ക് കിടക്കാൻ കഴിയില്ല. അതിൻ്റെ ഉള്ളിൽ ഒരു ലിവർ ഉണ്ട്. ആ ലിവർ അങ്ങോട്ട് താത്തി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഡോറ് തുറയുള്ളൂ. അപ്പോൾ പൂച്ചയ്ക്ക് പുറത്ത് കിടക്കാം. അപ്പോൾ പൂച്ച അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ നേരം പരക്കം മാഞ്ഞു അവിടെ ഇവിടെയൊക്കെ കോറി ഒച്ചയും പുളിയൊക്കെ ഉണ്ടാക്കി. പുറത്തെന്ത് ചെയ്യുന്നുണ്ട്, പുറത്തൊരു മീൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ഫിഷിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. ആ പൂച്ചയ്ക്ക് ഫിഷിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്, പക്ഷെ പൂച്ചയ്ക്ക് പുറത്ത് പോകാൻ കഴിയുന്നില്ല. പൂച്ച ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അറിയാതെ എന്ത് ചെയ്തു, ഈ ലിവറിൽ അറിയാതെ കാല് തട്ടി ഡോറ് തുറന്നു, പൂച്ച പുറത്ത് പോയി. പിന്നെ അടുത്ത പ്രാവശ്യം വീണ്ടും പൂച്ച ഇട്ടപ്പോൾ അത്ര സമയം എടുത്തിട്ടില്ല, പെട്ടെന്ന് എന്ത് ചെയ്തു, പൂച്ച ആ ലിവർ ക്ലിക്ക് ചെയ്തു. വീണ്ടും ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴും പൂച്ചയുടെ സ്പീഡ് കൂടി വരുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. ഇതിൽ നിന്ന് ഇദ്ദേഹം മനസ്സിലായ ലോ ഓഫ് എഫക്റ്റും ലോ ഓഫ് എക്സസൈസും ആണ്. അതായത് ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, റിവാർഡ് കിട്ടുന്നതിനനുസരിച്ച് ഒരു ബിഹേവിയർ, ആ ലിവർ താഴ്ത്തി കഴിഞ്ഞാൽ, ആ ലിവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊന്തി കഴിഞ്ഞാൽ മീൻ കിട്ടും എന്നത് ഒരു റിവാർഡാണല്ലോ. അപ്പോൾ റിവാർഡ് പ്രതീക്ഷിച്ചുകൊണ്ട് ആ ബിഹേവിയർ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു. അതിനെ ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയും. ലോ ഓഫ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന തന്നെയാണ്. റിപ്പീറ്റഡ് ആയിട്ടൊരു ബിഹേവിയർ ചെയ്യുമ്പോൾ അത് ഫാസ്റ്റായിട്ട് വരും. തുടക്കത്തിൽ ആ പസിൽ ബോക്സിൻ്റെ പുറത്ത് കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്തു, അത് കഴിഞ്ഞതിന് ശേഷം പുതിയ രണ്ടാമതിട്ട സമയത്ത് ആ ബുദ്ധിമുട്ട് എന്ത് ചെയ്തു, കുറേ കുറഞ്ഞു. അപ്പോൾ ഇതാണ്
ഇതിൽ വരുന്നത്, ഈ ക്വസ്റ്റ്യനിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദ എത്തിക്കൽ ഗൈഡ് ലൈൻസ് ഡ്യൂറിങ് ദ ടെസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഡി നോട്ട് ഇൻക്ലൂഡ്. അത് എത്തിക്കൽ ഗൈഡ് ലൈൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എത്തിക്കൽ ഗൈഡ് ലൈൻസ് ഉണ്ടാകും. എത്തിക്കൽ, ഫോർ എക്സാമ്പിൾ, ഒരു സൈക്കോമെട്രിക് ടെസ്റ്റാണ് ചെയ്യുന്നത്. സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, ചോദ്യങ്ങൾ ചോദിക്കുന്നു, ആൾ ഉത്തരം പറയുന്നു. സൈക്കോമെട്രിക് ടെസ്റ്റാണ്. ആ സൈക്കോമെട്രിക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് ഈ ചോദ്യം ചോദിക്കുന്ന ആൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എത്തിക്കൽ ഗൈഡ് ലൈൻസ് ഡ്യൂറിങ് ദ ടെസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഓക്കെ, അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ വായിച്ചാൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഹെൽപ്പിംഗ് ദ എക്സാമിനി ബൈ ആൻസറിങ് ദ ക്വസ്റ്റ്യൻ. ഇത് ചോദ്യം എക്സാം അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ആളെ നമ്മൾ സഹായിക്കുക. ഒരു ക്വസ്റ്റ്യനെയർ അയാൾക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു സൈക്കോമെട്രിക് ടെസ്റ്റാണ്, ഒരു ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ടുണ്ട്, ഒരു 30 ചോദ്യങ്ങളുണ്ട്, ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എക്സാമിനറാണ്, നമ്മൾ എന്ത് ചെയ്യണം, അയാളെ സഹായിക്കുകയാണ്. നിങ്ങൾ ആ ഉത്തരം എഴുതിക്കോളൂ, ഈ ഉത്തരം എഴുതിക്കോളൂ. അത് ശരിക്കും തെറ്റാണ് അല്ലേ? അപ്പോൾ അത് ഒന്നാമത്തെ ആൻസറാണ്, എ. ഇനി അടുത്തത് മെയിൻറ്റെയിനിങ് കോൺഫിഡൻഷ്യാലിറ്റി. നമ്മൾ ഒരു എക്സാമിനറാണ്, ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, ഉത്തരങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, രഹസ്യ സ്വഭാവമുള്ളതാക്കുക, പുറത്താരോടും പറയാതിരിക്കുക. അപ്പോൾ അത് ശരിയാണല്ലേ, നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് അത് ശരിയാണ്. അടുത്ത് ഫേവറിങ് ദ എക്സാമിനി. നമ്മൾ എന്ത് ചെയ്യാണ്, എക്സാം എഴുതുന്ന ആൾക്കാരെ ഫേവർ ചെയ്ത് കൊടുക്കുക, ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, കോപ്പി അടിക്കാൻ സഹായിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക. അത് പാടില്ലാത്തതാണല്ലേ. അടുത്ത് ടേക്കിംഗ് കൺസെൻറ്റ് ഫ്രം ദ പാർട്ടിസിപ്പൻറ്റ്. ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ റിസർച്ച് നടത്തുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇതെന്താണ്, ഇത് ശരിയായ കാര്യമാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നോട്ട് ഇൻക്ലൂഡഡ്, ഒരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ അതിൽ എയും സിയുമാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആൻഡ് സി എന്താണ്, പാടില്ലാത്ത കാര്യങ്ങളാണ്. നമുക്കതിനെക്കുറിച്ച് കുറച്ചും കൂടെ വിശദമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഹെൽപ്പിംഗ് ദ എക്സാമിനി ബൈ ആൻസറിങ് ദ ക്വസ്റ്റ്യൻ. ശരിക്ക് അവിടെ എന്താണ് ശരിക്ക്, അത് തെറ്റാണ്. നോട്ട് ഹെൽപ്പിംഗ് ആണ് അല്ലേ. എക്സാമിനർ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇത് നമ്മൾ നോട്ട് തിയറി അല്ല, ജസ്റ്റ് മനസ്സിലാക്കുക, നമുക്ക് അറിയണ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നോട്ട്സ് ഒന്നും എഴുതി വെക്കണില്ല. ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ബയാസ് സംഭവിക്കും അല്ലേ. ബയാസ് ഓക്കെ, ഒരു മിനിറ്റ്. മറ്റുള്ളവർക്ക് സൗണ്ട് ക്ലിയർ ആണോ? സ്ക്രീൻ എനിക്ക് തോന്നുന്നു മറ്റുള്ളവരെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റേഞ്ചിൻ്റെ പ്രശ്നമായിരിക്കും കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇത് നമ്മൾ വിശദീകരണമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ പോയിൻറ്റ്സ് ഇതിലുണ്ട്. നമ്മൾ ഒരു എക്സാം എഴുതുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യനെയർ സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറയാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ PGക്ക് സൈക്കോമെട്രിക് ടെസ്റ്റുകൾ. സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൈക്കോളജിസ്റ്റ് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് ഉത്തരം രേഖപ്പെടുത്താൻ പറയുകയും ചെയ്യും. അപ്പോൾ 4 ഓപ്ഷനൊക്കെ ഉണ്ടായിരിക്കും, അതിലേതെങ്കിലും ഓപ്ഷന് ടിക്ക് ചെയ്യാനൊക്കെ പറയാം. അപ്പോൾ 16 PF എന്നൊക്കെ പറഞ്ഞാൽ കുറേ ടെസ്റ്റുകളില്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, സിമ്പിളായിട്ട് പറഞ്ഞാൽ അത് ബയാസ് സംഭവിക്കും അല്ലേ, ബയാസ്. അപ്പോൾ ഇത് കാരണം ബയാസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് തെറ്റാണ്. അപ്പോൾ നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. രണ്ടാമത് ഫേവറിങ് ദ എക്സാമിനി. ഫേവർ ആളെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അപ്പോഴും ബയാസ് സംഭവിക്കും അല്ലേ. എക്സാം ഒന്ന് നമ്മൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഞാൻ കോളേജിൽ എക്സാം നടക്കുകയാണ്, അപ്പോൾ കുട്ടികളെ ഞാൻ കോപ്പി അടിക്കാൻ വേണ്ടി സഹായിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ബയാസ് ഉണ്ടാവും. പഠിച്ചു വരുന്ന കുട്ടികളും പഠിക്കാത്ത വരുന്ന കുട്ടികളും തമ്മിൽ എന്തുണ്ടാവും, ബയാസ് സംഭവിച്ചു. പഠിച്ച കുട്ടികൾക്ക് കിട്ടുന്നേക്കാൾ കൂടുതലും പഠിക്കാത്ത കുട്ടികൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ അത് ബയാസാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട എത്തിക്കൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഒരു സൈക്കോമെട്രീഷ്യൻ
സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു സൈക്കോമെട്രീഷ്യൻ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയാം. ചില സ്റ്റാൻഡർഡൈസ്ഡ് ഫ്രെയിം വർക്കുകളുണ്ട്. ഒരു സൈക്കോമെട്രിക് ആയി ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്റ്റാൻഡർഡൈസ്ഡ് ഫ്രെയിം വർക്കുകളുണ്ട്. ഫ്രെയിം വർക്ക് ഇതെപ്പോഴും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വെച്ചിട്ടില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ, ബ്രാക്കറ്റിലെ APA, അതുപോലെ തന്നെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജിസ്റ്റ്, കോഡ് ഓഫ് കണ്ടക്ട്. ഇവരൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന 4 കാര്യങ്ങളുണ്ട്. ആ 4 കാര്യങ്ങൾ ഒരാൾ ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കണം. അതിലൊന്നാമത്തതാണത് സ്റ്റാൻഡർഡൈസേഷൻ. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ അൺഓതറൈസ്ഡ് ഹെൽപ്പ് ചെയ്യാനോ ഒന്നും പാടില്ല. ഒരു എക്സാമിന് എന്തുണ്ടാവും, നമ്മൾ എൻവയോൺമെൻറ്റിൽ നമ്മൾ കൺട്രോൾ ചെയ്യണം. അപ്പോൾ അവിടെ നടക്കുന്ന ടൈം, അവരുടെ ഇൻസ്ട്രക്ഷൻസ്, അവിടുത്തെ എൻവയോൺമെൻറ്റ് പൂർണ്ണമായി സെയിം കണ്ടീഷൻ ആയിരിക്കണം. ഒരു എക്സാം ഹാളിൽ എക്സാം നടക്കുകയാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ എക്സാം എഴുതുന്നുണ്ട്. എക്സാം എഴുതുന്ന സമയത്ത് ഒരു കുട്ടി കോപ്പി അടിക്കുന്നുണ്ട്, ഒരു കുട്ടി കോപ്പി അടിക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തല്ല, സ്റ്റാൻഡർഡൈസ്ഡ് അല്ല. കാരണം എല്ലാവർക്കും ഒരേ കണ്ടീഷൻസ് അല്ല, സെയിം കണ്ടീഷൻ അല്ല കിട്ടുന്നത്. ഒരു ക്ലാസ്സിലെ കുട്ടികൾ കോപ്പി അടിക്കുന്നതും മറ്റൊരു ക്ലാസ്സിലെ കുട്ടി കോപ്പി അടിക്കണമില്ലെങ്കിൽ ഇവിടെ സെയിം കണ്ടീഷൻ അല്ലല്ലോ വരുന്നത്. അപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ എതിരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹെൽപ്പിംഗ് ദ എക്സാമിനി ബൈ ആൻസറിങ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സ്റ്റാൻഡർഡൈസേഷൻ എതിരാണ്. അപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. കൺട്രോളിങ് the environment, instruction, and timing, so that every examinee takes the test under the same condition. അപ്പോൾ അതാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നമുക്ക് ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓപ്ഷൻ എ സംഭവിക്കാൻ പാടില്ല. ഒരാൾക്ക് നമുക്ക് അൺഓതറൈസ്ഡ് ഹെൽപ്പ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അത് എ ആണ്. ഇനി രണ്ടാമത്, ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ പറഞ്ഞു. ഇനി രണ്ടാമത്തതാണത് ഒബ്ജക്റ്റിവിറ്റി. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റിസൾട്ട് സ്കോറ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ബയാസ്ഡ് ആകാൻ പാടില്ല. ഈ സ്കോറ് ഒബ്സർവബിൾ ആയിരിക്കണം, മറ്റൊന്നിനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടതായിരിക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യാണ്, അയാളെ ഹെൽപ്പ് ചെയ്യാണ് അല്ലെങ്കിൽ ഫേവർ ചെയ്യുകയാണെന്ന് കരുതാം. ആ ഫേവർ ചെയ്യുന്ന സമയത്ത് അത് എക്സാമിനെ എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും.
ഇപ്പോൾ ഞാൻ എന്താണ് ഒരു സ്കോർ ഒരു കാര്യത്തിന് ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പേഴ്സണൽ ബിലീഫ്സിനും ഒക്കെ എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസിനും കാരണമാവുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇവിടെ എഴുതാണ് എൻഷുറിങ് ദാറ്റ് ദ സ്കോർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് എഴുതാം. Administrators personal beliefs or preferences do not influence the outcome. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് റിസർച്ചറിൻ്റെ ബിഹേവിയർ റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഇത് കുറേ ഒബ്ജക്റ്റിവിറ്റിയിൽ കുറേ കാര്യങ്ങൾ ഉണ്ട്. സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഗവേഷകൻ്റെ ഇൻഫ്ലുവൻസ് എപ്പോഴും ഉണ്ടാകും സബ്ജക്റ്റിവിറ്റിയിൽ. കാരണം ഗവേഷകൻ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുന്നതാണ് ഡേറ്റ എന്ന് പറഞ്ഞാൽ. ഒബ്ജക്റ്റിവിറ്റിയിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, റിസർച്ചറിൻ്റെ ഒപ്പീനിയൻ ഉണ്ടാവില്ല, അഡ്മിനിസ്ട്രേറ്റർ ഒപ്പീനിയൻ ഉണ്ടാവില്ല. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ഒരാളെന്താണ് ഫേവർ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുക, ഉത്തരം ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാം, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്നതാണ്. അപ്പോൾ ശരിക്ക് അത് എൻ്റെ ഉത്തരങ്ങൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തു അല്ലേ, ആ ചോദ്യത്തിന് ഗവേഷണത്തിൽ എൻ്റെ റിസർച്ചറിൻ്റെ ഉത്തരങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തു, അത് ഒബ്ജക്റ്റിവിറ്റിക്ക് എതിരാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ നമുക്ക് നോക്കാം. 3 ഇൻഫോംഡ് കൺസെൻറ്റ്. ഇൻഫോംഡ് കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഗവേഷണം ചെയ്യുന്ന സമയത്ത് ഇത് ഉത്തരം നൽകുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, പെർമിഷൻ വാങ്ങണം. എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള പെർമിഷൻ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ വാങ്ങണം. മറ്റൊരാൾ, ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഡേറ്റ കളക്ട് ചെയ്യാണ് റിസർച്ചിന് വേണ്ടിയിട്ട്, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ നിങ്ങളുടെ അടുത്ത് നിർബന്ധമായിട്ടും എന്ത് വാങ്ങണം, നിങ്ങളെ പെർമിഷൻ വാങ്ങണം. അതിൻ്റെ പെർമിഷൻ വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഈ റിസർച്ചിനെ കുറിച്ച് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആര്, ഇദ്ദേഹം. ഈ റിസർച്ച് ഇന്ന ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണുള്ളത്, അതിൻ്റെ ഔട്ട്കം ഇന്നതായിരിക്കും, അതിൻ്റെ റിസ്ക് ഇന്നതൊക്കെ ആയിരിക്കും, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് എന്തിൽ പറയണം, ഈ വിവരം നൽകുന്ന ആളോട് പറഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ കൺസെൻറ്റ് സമ്മതം വാങ്ങാൻ. ദ എക്സ്പ്ലിസിറ്റ് പെർമിഷൻ given by a participant who understands the risk and procedure. അപ്പോൾ ഇതിൻ്റെ റിസ്ക്, ഇതിലുള്ള റിസ്കുകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പെർമിഷൻ വാങ്ങണം എന്നതാണ്. അപ്പോൾ അത് ഓപ്ഷൻ തന്നെ നമ്മൾ പറയേണ്ടത്, അത് ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഡി അല്ലേ, ടേക്കിംഗ് കൺസെൻറ്റ് ഫ്രം പാർട്ടിസിപ്പൻറ്റ്. ഇനി നാലാമത്തെ നമുക്ക് നോക്കാം. നാലാമത്തതാണ് കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരം നൽകുന്ന ആളുടെ വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, രഹസ്യമായിട്ട് സൂക്ഷിക്കണം. വിവരങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, പുറത്ത് വിടാൻ പാടില്ല. രഹസ്യങ്ങൾ ഒരാൾ രഹസ്യമായിട്ട് നമ്മളോട് പറഞ്ഞ കാര്യമാണ്, അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പരസ്യമാക്കാൻ പാടില്ല.
പ്രൊട്ടക്ഷൻ ഓഫ് പാർട്ടിസിപ്പൻ്റ് anonymity and data privacy from public exposure. പബ്ലിക് എക്സ്പോഷർ, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വിവരങ്ങൾ നമുക്ക് കിട്ടിയാൽ അത് പുറത്ത് പറയാൻ പാടില്ല. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഇൻസൾട്ട് ചെയ്യപ്പെടും. ചില കാര്യങ്ങൾ അവരെ അപകടപ്പെടുത്തും. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പുറത്ത് പറയാൻ പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്? ഈ ചോദ്യത്തിൽ വരുന്നതാണ്, എത്തിക്കൽ ഗൈഡ് ലൈൻസിൽ വരുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട 4 എത്തിക്കൽ ഗൈഡ് ലൈൻസ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. ഒന്നെന്താണ്? സ്റ്റാൻഡേർഡൈസേഷൻ ആണ്. സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള എന്ത് കൊടുക്കണം? അവസരങ്ങൾ, ഒരേ സെയിം കണ്ടീഷൻസ്, എല്ലാവർക്കും എന്ത് ചെയ്യണം? സെയിം ആയിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. അതിപ്പോൾ ഒരു എക്സാം നടത്തുന്ന സമയത്ത് 2 പേരാണ് എക്സാം നടത്തുന്നതെങ്കിൽ സെയിം കണ്ടീഷനിൽ തന്നെ അവർ എക്സാം എഴുതണം, അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കണം. ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറഞ്ഞപ്പോൾ, ഒരു എക്സാം, കോളേജ് ലെവൽ എക്സാം നടക്കുകയാണെന്ന് കരുതാം. അപ്പോൾ 2 ക്ലാസ്, 2 കുട്ടികളാണ്, 2 അധ്യാപകനാണ് ഇൻവിജിലേറ്ററായിട്ട് നിൽക്കുന്നത്. അപ്പോൾ 2 അധ്യാപകനും ഈക്വലായിട്ട് കുട്ടികളെ ട്രീറ്റ് ചെയ്യണം. ഒരു അധ്യാപകൻ എല്ലാവരെയും കോപ്പി അടിക്കാൻ സഹായിച്ചാൽ അതെന്തിനാണ്? മറ്റൊരു അധ്യാപകൻ സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് സ്റ്റാൻഡേർഡൈസേഷനെതിരാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡൈസേഷൻ പ്രധാനപ്പെട്ടതാണ്. അടുത്തതാണെന്ത്? ഒബ്ജക്റ്റിവിറ്റി എപ്പോഴും എന്ത് ചെയ്യാൻ പാടില്ല? ഔട്ട്കമ്മിനെ, അതായത് മറുപടിയെ സ്വാധീനിക്കാൻ ഗവേഷകന് കഴിയാൻ പാടില്ല. റിസർച്ചിന് രണ്ട് തരത്തിലുള്ള റിസർച്ചുകളുണ്ട്. നമുക്കറിയാം, സബ്ജക്റ്റീവ് റിസർച്ചും ഒബ്ജക്റ്റീവ് റിസർച്ചും ഉണ്ട്. റിസർച്ച് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചതാണ്. ഈ സബ്ജക്റ്റീവായിട്ടുള്ള റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വ്യാഖ്യാനിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന ഡേറ്റ കളക്ഷൻ മെത്തേഡുകളൊക്കെ സബ്ജക്റ്റീവ് റിസർച്ചിൻ്റെ ഭാഗമാണ്. സൈക്കോളജിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ റോഷാക്കിംഗ് ബോർഡ് ടെസ്റ്റ്, സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, ഇതൊക്കെ ഓരോ പ്രൊജക്റ്റീവ് ടെക്നിക്കുകളാണ്. ഇത് ശരിക്കും നമ്മൾ വ്യാഖ്യാനിച്ചിട്ടാണല്ലോ പറയുന്നത്. അതായത് ഒരാളോട് ഒരു കഥ പറയാൻ പറയുന്നു, ഒരു സെൻറ്റൻസ് പറയാൻ പറയുന്നു, ഒരു ചിത്രം കണ്ടിട്ട് അതിന് വിശദീകരിക്കാൻ പറയുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ തന്നെ വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ ചിത്രം കണ്ട സമയത്ത് എനിക്ക് ഇന്ന കാര്യമാണ് മനസ്സിൽ വന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ വ്യാഖ്യാനിക്കുകയാണ്. അത് സബ്ജക്റ്റിവിറ്റിയാണ്. അപ്പോൾ ഈ വാക്ക്, ഈ ക്ലൈൻറ്റ് പറയുന്ന വാക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ആരാണ്? ശരിക്ക് സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെ ചിന്തയാണ് എന്തിനെ എഫക്റ്റ് ചെയ്യുന്നത്? ഈ റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യുന്നത്. അതിന് സബ്ജക്റ്റിവിറ്റി എന്നാണ് പറയാം. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒബ്ജക്റ്റിവിറ്റി എന്താണോ വിവരം നൽകുന്ന ആൾ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എടുക്കണം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇപ്പോൾ ഒരു സർവേ നടത്തുകയാണ്. ഓക്കെ, ആദിവാസികൾക്കിടയിൽ ഒരു സർവേ നടത്തുകയാണ് അവിടുത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ച്. അപ്പോൾ അവരെന്നോട് പറയാണ്, എൻ്റെ ശരിക്ക് അവരുടെ നാട്ടിലുള്ള ആളുകൾക്കൊന്നും തൊഴിൽ കിട്ടുന്നില്ല. ഓക്കെ, തൊഴിലില്ലാതെ പട്ടിണിയിലാണെന്ന് എല്ലാവരും 100-ൽ 90% ആളുകളും പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത്, അന്വേഷിക്കുന്ന സമയത്ത് അവർക്ക് ജോലിയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് അവർ തന്ന വിവരം എന്താണ്? ഒബ്ജക്റ്റീവായിട്ട് എനിക്ക് കിട്ടിയ തെളിവുകൾ എന്താണ്? അവർക്ക് ജോലി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കിട്ടിയ തെളിവുകൾ വെച്ചിട്ട് തന്നെ ഞാൻ അതിനെന്ത് ചെയ്യണം? ഉത്തരം എഴുതണം. അല്ല, ഞാൻ മനസ്സിലാക്കുകയാണ് ഇവർ കള്ളം പറയുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? അതിനെ തിരുത്താൻ പാടില്ല. അത് മാത്രമല്ല, ഒരു എക്സാമിൻ്റെ ഉദാഹരണമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട്
ഗവേഷകൻ്റെ കാഴ്ചപ്പാട് അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ഫോർ എക്സാമ്പിൾ എന്താണ് വോട്ട് എലക്ഷന് ബാലറ്റ് വോട്ടിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പൊളിറ്റിക്സിലൊരു ചോദ്യം വന്നു. അപ്പോൾ ഞാൻ ഒരു പൊളിറ്റിക്സ് അധ്യാപകനാണെന്ന് കരുതാം, എനിക്ക് അതിനെക്കുറിച്ചൊരു ഒപ്പീനിയൊക്കെ ഉണ്ട്, രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്, ഈ ബാലറ്റ് സിസ്റ്റത്തിലേക്ക് തന്നെ മടങ്ങണം എന്ന കാഴ്ചപ്പാടുള്ള ആളാണെന്ന് കരുതാം. അപ്പോൾ ഞാനത് അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടാണ് എന്തിനും ഇൻഫ്ലുവൻസ് ചെയ്തത്, ആ ഉത്തരത്തെ ഇൻഫ്ലുവൻസ് ചെയ്തത്. അങ്ങനെ ഉത്തരത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. ഈ വിവരം എഴുതുന്ന ആൾ, നൽകുന്ന ആൾ, അയാളുടെ കാഴ്ചപ്പാടാണ് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. അതാണെന്ത് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്തതാണ് ഇൻഫോംഡ് കൺസെൻറ്റ്. ഇൻഫോംഡ് കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, പെർമിറ്റ് എടുക്കണം. ഒരാളുടെ പെർമിഷനോട് കൂടി മാത്രമേ അയാളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ പാടുള്ളൂ. അയാളുടെ പെർമിഷൻ ഇല്ലാതെ വിവരങ്ങൾ ശേഖരിക്കാൻ പാടില്ല. ഇനി ചില സാഹചര്യങ്ങൾ നമുക്ക് പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം തെറ്റാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അവർ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോഴും നമ്മൾ റിസർച്ച് ചെയ്യാൻ വേണ്ടി പെർമിഷൻ എടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അയാളോട് ചോദ്യങ്ങൾ ചോദിച്ച് ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ആ കാര്യം എന്ത് ചെയ്യണം, പറയണം. നമ്മൾ ഇന്ന ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് റിസർച്ച് ചെയ്തത് ഇന്ന ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചത്, ഇങ്ങനെയാണ്. പക്ഷേ ആദ്യം ഞാൻ പറഞ്ഞത് ഉത്തരത്തെ ഞങ്ങളുടെ ചോദ്യം നിങ്ങളെ ഉത്തരവും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് കരുതിയിട്ടാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം ഞങ്ങൾ മറച്ചു വെച്ചത്. യഥാർത്ഥ കാരണം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, വിശദീകരിക്കണം. ഇൻഫോംഡ് കൺസെൻറ്റ് പ്രധാനപ്പെട്ടതാണ്. പിന്നെ അടുത്താണ് കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ സീക്രസി എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ നൽകുന്ന ആളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, ഈ അഡ്മിനിസ്ട്രേറ്റർക്കാണ്. അയാളിപ്പോൾ അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. അത് മറ്റുള്ള ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കും മറ്റുള്ളവർക്കും നാണക്കേടുണ്ടാവും, അപകടങ്ങളുണ്ടാവും. അപ്പോൾ അത് മറച്ചു വെക്കുകയാണെങ്കിൽ, അത് മറച്ചു വെക്കാതെ പുറത്ത് പറയുന്നത് എത്തിക്കലി ശരിയല്ല. കോൺഫിഡൻഷ്യാലിറ്റി വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു വലിയ ക്വസ്റ്റ്യനാണ്. ഒരു മോട്ടിവേഷണൽ തിയറിയുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൽ 4 ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവരെ തിയറികളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കാനുള്ളതാണ്. നമുക്ക് ഇനി സമയം എടുക്കും, ചിലപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും ഇത് വേണം വിശദീകരിക്കാൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നാളെ മോർണിംഗ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ളത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് എക്സാം അടുത്ത് വരികയാണ്. നന്നായി ഫോക്കസ് ചെയ്യുക, പരമാവധി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യാം. പിന്നെ ഒരുപാട് ആൾക്കാർ എനിക്ക് ചോദ്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്, സംശയങ്ങൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ചോദ്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. കുറേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കുറേ ഞാൻ എന്ത് ചെയ്യും, ഇനി ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. എനിക്ക് മറന്നിട്ടില്ല കേട്ടോ. ഓരോ ഘട്ടമായിട്ട് ഉൾപ്പെടുത്താമെന്ന് വെച്ചിട്ട് വെച്ചതാണ്. ഓക്കെ, ഓരോ ഇയർ വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകണോണ്ടുള്ള ഇതാണ്. എല്ലാം ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ മോർണിംഗ് 5:30 അടുത്ത സെഷൻ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ബാക്കിയായിരിക്കും ഉണ്ടാവുക. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.